ശ്രീ നന്ദകുമാർ, താങ്കൾ സ്വന്തം വീട്ടിലെ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം അടിച്ചു കൊണ്ടുപോയ കേസിൽ പ്രതിയാണ് എന്നും താങ്കൾ അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുമാണ് ശ്രീ അനിൽ ആന്റണി പറയുന്നത്. അനിൽ ആന്റണി പറയുന്ന ആരോപണത്തിനൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നത്? അനിൽ ആന്റണി എന്തെങ്കിലും പറയട്ടെ. കാലത്തോട്ട് ഞാൻ ക്രിമിനൽ കേസിൽ പ്രതിയാന്ന് പറഞ്ഞു. ഏത് ക്രിമിനൽ കേസിൽ പ്രതി? ഞാൻ പറയണ ഞാൻ പ്രൂവ് ചെയ്യും. അങ്ങേര് പറയണ എനിക്ക് മറുപടി ഇല്ല. പിന്നെ എന്നെ അങ്ങേരുമായി പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനെന്ന് പറഞ്ഞു. പി ജെ തോമസ്, നോട്ട് പി ജെ കുര്യൻ, പി ജെ തോമസ് ആണ്. അങ്ങേർക്ക് പേര് ഇൻഷൽ ഒന്നായതുകൊണ്ട് പേര് തെറ്റിപ്പോയിട്ടുണ്ടാവും. പി ജെ തോമസ് ആണ് താങ്കൾക്ക് അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തിയത്? പിന്നല്ലാതെ ഫോർമർ CBC. ഒരു ഹോട്ടലിന്റെ മുമ്പിലുള്ള റെസ്റ്റോറന്റിൽ വെച്ചാണ് താങ്കളെ ഒബ്രോയി ഹോട്ടലിൽ ആൻഡ്രോയും അനിലും സ്ഥിരമായി റൂം എടുക്കും. ഒരു കച്ചവടം അവിടെ റെസ്റ്റോറന്റിൽ വെച്ചാണ് നിങ്ങൾ കണ്ടത്? റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഇയാൾ ആദ്യമായിട്ട് കയറി വന്ന് സത്യമെന്ന് അവിടുത്തെ റെസ്റ്റോറന്റ്. അവിടെ വെച്ച് പി ജെ കുര്യനുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ? പി ജെ കുര്യൻ ഹോട്ടലിൽ നിന്ന് വരുന്ന അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ. ഫോണിൽ സംസാരിച്ചു എന്നാണോ? ഇല്ല, ഫോണിലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ നന്ദകുമാർ, ഒരു കേസിൽ നിന്ന് പി ജെ കുര്യനെ ഊരിക്കൊടുത്തത് താങ്കളാണ് എന്നാണ്. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കേസ് താങ്കൾക്ക് മനസ്സിലാവും. അത് സൂര്യനെല്ലിയല്ലേ? സൂര്യനെല്ലി ഞാനെങ്ങനെ ഊരുന്ന കോടതിയിൽ നിന്ന് ഊരിയത്? ഞാനങ്ങനെ ചെയ്യും. അല്ല, അന്ന് KG ബാലകൃഷ്ണനായിരുന്നു ചീഫ് ജസ്റ്റിസ്. ഹലോ കേക്ക്, അനിൽ ആന്റണിക്ക് നിക്കക്കല്ല് ഇല്ലാണ്ട് ഇത് പറയണം. അനിൽ ആന്റണി മിടുക്കനാണെങ്കിൽ നമുക്ക് കൂടുതൽ പോണ്ട. നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യ് ഒരു ഓപ്പൺ സംവാദം. ഞാൻ വെല്ലുവിളിക്കുന്ന അയാൾ പണം വാങ്ങാത്ത, ദുഷ്പ്രവർത്തികൾ ചെയ്യാത്ത മഹാനാണെങ്കിൽ വരട്ടെ. എന്തിനാ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്? അയാൾ ആംബിയർ ഉണ്ടെങ്കിൽ ഞാൻ അയാളെ വെല്ലുവിളിക്കുന്നത്. പത്തനംതിട്ട തന്നെ നമുക്ക് നടത്താം, പബ്ലിക് അറിയട്ടെ. ഇനി കൂടുതൽ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓഡിയോ ഉള്ളു, കുറച്ച് കഴിയുമ്പോൾ വീഡിയോ ആവും. എങ്ങനെയാണ് പൊതി മേടിച്ചോണ്ട് പോയെന്ന് ഉണ്ടോ? താങ്കളുടെ കയ്യിലുണ്ടോ വീഡിയോ? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ഓഡിയോയിലല്ലേ കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളു. ഇനി അത് വീഡിയോയിലേക്ക് നീക്കണ്ട, മാറണ്ട മൊത്തത്തില്. ഭീഷണിപ്പെടുത്താൻ പറയുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഭീഷണിപ്പെടുത്താറില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. പി ജെ കുര്യനോട് ചോദിക്കട്ടെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ഗൂഢാലോചനയില്ല. അങ്ങയുടെ അപ്പന്റെ സന്തോഷകാരി, അങ്ങയുടെ അപ്പന് വേണ്ടി നിലനിൽക്കുന്ന ആള്, ആന്റണിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കാൻ പോകുമ്പോൾ എന്നെ പരാതി കൊടുക്കട്ടെ, എന്നിട്ട് അന്വേഷിക്കട്ടെ എന്നല്ല പി ജെ കുര്യൻ കൊടുക്കണ്ട. പരാതി കൊടുത്താൽ അത് വിശ്രമിയാവും. ഞങ്ങൾ പണം മേടിച്ചു തരാം. ഇല്ല 2014 എനിക്ക് പരാതി കൊടുത്താൽ പോലെ ഇന്ത്യ ഗവൺമെന്റ് സുന്ദരമായിട്ട് അന്വേഷിക്കുക, എന്നെയും പിടിക്കും. കൊടുത്ത എന്നെയും ഞാനും പ്രതി, വാങ്ങി അങ്ങേരും പ്രതി. എനിക്ക് വിരോധമൊന്നുമില്ല, ചെയ്ത കാര്യമല്ലേ. എനിക്കറിയാം ഇതിന്റെ കോൺസിക്വൻസസ് എന്താ വരാൻ പോണേ. അന്വേഷണം വന്നാൽ ഞാൻ നേരിടും. ഈ സൂര്യനെല്ലി കേസിലെ കുര്യനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി 2007 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുമ്പാകെയാണ് വന്നത്. കുര്യനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി വിചാരണ നേരിടണമെന്ന അന്നത്തെ ഇടതു സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അത് KG ബാലകൃഷ്ണൻ CJM ആയിരിക്കുന്ന. ഹലോ, പി ജെ കുര്യന്റെ ഹർജി ഡൽഹിയിൽ തള്ളിയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് കോൺഗ്രസ് ഭരിക്കുന്നത്, കോൺഗ്രസിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലും ഒക്കെ ഇരിക്കുന്ന കാലഘട്ടം. അവരുടെ പ്രോസിക്യൂഷനോട് കേസ് പറയേണ്ടത്. അതിന് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? താങ്കൾക്ക് ആ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാം. അപ്പീൽ ഗവൺമെന്റ്, പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റ് വേണ്ടി ആരോ സുപ്രീം കോടതി പോകണം? സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അത് ഞാൻ മറ്റവരാണോ? അല്ലല്ല, അവരല്ലേ സമർത്ഥിക്കേണ്ടത്. ഞാൻ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? കുര്യന്റെ കേസ് തള്ളി എന്തിനാണ്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. അക്കാര്യത്തിൽ താങ്കൾ കൂടുതൽ മുന്നോട്ട് പോകാതെ അല്ലല്ല എന്റെ നോക്ക്, നിങ്ങൾക്കെതിരെ ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം വന്നിരിക്കുന്നു. അനിൽ ആന്റണി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു താങ്കൾ വിഗ്രഹം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ്, അതിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. എന്നിട്ടും നേരത്തെ ഇന്നലെ അനിൽ ആന്റണിയോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മഹാരാഷ്ട്ര കേസിന് പോകാൻ തയ്യാറുണ്ടോ? അത് ഞാൻ ഇപ്പൊ താങ്കളോട് ചോദിക്കുകയാണ്. ഞാൻ പോവും. ഞാൻ ഓൾറെഡി നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യണം. കാരണം ഇന്ന് കാലത്തെ അങ്ങേര് പറഞ്ഞ് ഒരു 7 മണിക്കൊക്കെ പറഞ്ഞ് എനിക്ക് CBI കേസ് ഉണ്ട്, മോഷണമുണ്ട്, പിടിച്ചുപറിയുണ്ട്. ഇതൊക്കെ അങ്ങേര് പ്രൂവ് ചെയ്യട്ടെ. ഞാൻ നോട്ടീസ് നാളെ കിട്ടും അങ്ങേർക്ക് അഡ്രസ്സിൽ. നാളെ 2 ദിവസത്തിൽ കിട്ടും. ഇന്ന് അവധിയായതുകൊണ്ട് നിയമ നടപടിയായി പോവാണല്ലേ? ഞാൻ പോവാതെ ഞാൻ ചെറുതെ വിഗ്രഹം മോഷിച്ച് അങ്ങേര് പ്രൂവ് ചെയ്യട്ടെ. അങ്ങേര് പണം മേടിച്ചത് ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ അങ്ങേര് വിഗ്രഹം മോഷിച്ചു, അങ്ങേരും പ്രൂവ് ചെയ്യട്ടെ. അങ്ങേര് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ വഷളാക്കി ഇനി 3-ം സ്ഥാനത്ത് കിട്ടാൻ പോണ വോട്ടിന്റെ കെട്ടിവെച്ച കാശിന്റെ താഴേക്ക് പോകണ്ട. 3-ം സ്ഥാനത്തൊന്നുമല്ല അനിൽ ആന്റണി പറയുന്നത്, അദ്ദേഹം ജയിക്കാൻ പോവുകയാണ്. അതിന് ജയിക്കും, ഉറക്കത്തിൽ ജയിക്കും. അങ്ങേര് കണ്ണു തുറക്കുമ്പോൾ തോക്കും.
ഇത് സാമാന്യ ബോധമുള്ള കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇവിടെ ആരൊക്കെ ജയിക്കുമെന്ന്. അതിനകത്ത് ഒരു പാർട്ടിയോട് പ്രതിബദ്ധത വേണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട് ജയിക്കുമെന്ന്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഉറങ്ങുമ്പോൾ വിശ്വസിക്കാം. അതാർക്കും വേണം, സ്വപ്നം കാണാമല്ലോ. സ്വപ്നത്തിന് സാങ്കേതിക തടസ്സമില്ലല്ലോ, ട്രാൻസ്മിഷൻ തകരാറും വരില്ലല്ലോ, കണ്ണടച്ചാൽ മതിയല്ല. ഇത് ടി ജെ നന്ദകുമാറും പി ജെ കുര്യനും ചേർന്നുള്ള ഒത്തുകളിയാണ് എന്നാണ് നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നത്. ആന്റണിയെയും അനിൽ ആന്റണിയെയും ചതിക്കാനാണ്. പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറെ വർഷങ്ങളായി. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് ഒന്ന് പോണെന്ന് വിചാരിച്ചിട്ട് പോലും പത്തനംതിട്ടയിലേക്ക് പോയി കാണാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹത്തിനോട് കണ്ടോളൻസ് പറഞ്ഞു നിൽക്കണം ഞാൻ. എന്തിനു കൂടാലോചന നടത്തുന്നത്? എന്താ നികേഷേ, നമുക്ക് ഈ ഇങ്ങനെയുള്ളതൊക്കെ അവസാനിപ്പിക്കാം. നികേഷ് തന്റെ നേതൃത്വത്തിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ പത്തനംതിട്ടയിൽ വെക്കും. ഞാനും കുര്യനും ഒക്കെ പങ്കെടുക്കാം. അനിലാന്റണിയും വരട്ടെ, എന്നിട്ട് പറയട്ടെ ഈ എന്നെ പോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്തവൻ, കൊള്ളരാത്തവൻ, വൃത്തിയോട് പറഞ്ഞത് പറയട്ടെ. ഞാൻ പ്രൂവ് ചെയ്യാമല്ലോ എന്റെ പാപ്പ് എന്താണ്. എന്റെ പണം വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയ എന്തിനു വാങ്ങി? എന്തൊക്കെ ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞു ഞാൻ പ്രൂവ് ചെയ്യാം. ഞാൻ വിഗ്രഹം മോഷ്ടിച്ചെന്നോ പിടിച്ചു പറിച്ചെന്നോ അയാളും പ്രൂവ് ചെയ്യട്ടെ. അതല്ലേ അന്തസ്. ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ പോയെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഇടയിൽ? ഇനിയും ദിവസങ്ങളുണ്ടല്ലോ പോളിങ്ങിന്. തയ്യാറാണ്? നിങ്ങൾ അറേഞ്ച് ചെയ്യ്. ഇത് നമ്മളിങ്ങനെ ഡെയിലി സംസാരിച്ച് അങ്ങോട്ടും കൂടും പോയിട്ട് ഞാനൊരു ഫോണിൽ പറയുന്നു, അങ്ങേര് ലൈവായിട്ട് പറയുന്നു. ഇന്നലെ അദ്ദേഹം ചർച്ചയിൽ വരാന്ന് പറഞ്ഞിട്ട് പോലും വന്നില്ല. പിന്നെയല്ലേ സംവാദം? അത് നടക്കുന്ന കേസല്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പേടിക്കും. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, എനിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥികളോടുള്ള എതിർപ്പോ ഒരാളോട് എതിർപ്പോ എനിക്ക് ആന്റോണിയോടുള്ള പ്രത്യേക താല്പര്യമോ തോമസ് ഐസക്കിനോടോ ഇല്ല. എനിക്ക് അവിടെ മത്സരിക്കുന്ന കാൻഡിഡേറ്റോടൊന്നും ഒരു എന്നെ കണ്ടാൽ പോലും മിണ്ടാത്തൊരു മനുഷ്യനാണ് ആന്റോണി. ഞാൻ എന്നെ അവരങ്ങനോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഇന്നലെ ഇയാളുടെ ഈ അനിൽ ആന്റണി എന്ന് പറഞ്ഞ മഹാന്റെ പ്രസ്താവനകള് നിഷ്ഠൂരമായി ആളുകളെ വെറുതെ മോശമൊക്കെ അല്ലേ. സ്വന്തം ജന്മം കൊടുത്ത പിതാവിനെ വരെ ചെറ്റേന്ന് വിളിക്കുന്ന രീതിയിലല്ലേ അയാൾ ഇന്നലെ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ലെന്ന് പറയാൻ വേണ്ടി അത് പറഞ്ഞത്. അങ്ങനെ എന്ത് കാണിച്ചാൽ എനിക്കെന്താ? ക്രെഡിബിലിറ്റി ഇല്ലാത്ത മനുഷ്യൻ പറയരുത് എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ല. ശരിയാ, ഞാൻ അഗ്രി ചെയ്തു. പിന്നെ എന്റെ പേരിലൊരു CBI കേസ് ഒന്നുമില്ല. എന്റെ പേരിലൊരു CBI കേസ് ഉണ്ട്. എന്റെ പേര് നടന്ന CBI കേസ് എല്ലാം PE പ്രിലിമിനറി എൻക്വയറിയിൽ ക്ലോസ് ചെയ്ത് ഒരു കേസ് പ്രിലിമിനറി എൻക്വയറി എക്സോണറേറ്റ് ചെയ്തിട്ട് ജോമോൻ പുത്തമ്പരക്കൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് കൊടുത്തത് തിരുവനന്തപുരം CBI പെൻഡിംഗ് ആണ്. ഈ വിഗ്രഹമോഷണം കേസുണ്ടോ? അങ്ങനെ ഒരു കേസുണ്ടോ? എന്താ നിങ്ങൾ അന്വേഷിക്ക്. വിഗ്രഹമോഷണമൊക്കെ നടന്ന നിങ്ങളുടെ ചാനലിൽ എന്റെ പടവും വിഗ്രഹവും കൂടി ഒരുമിച്ച് കാണിക്കൂലേ എന്ന് കേൾച്ച കാലത്തും വൈകുന്നേരവും? സംശയമുണ്ടോ എന്നെ പോലത്തെ ആള് വിഗ്രഹം മോഷിച്ച? മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉമ്മ തോമസ് പറഞ്ഞു അങ്ങനെ ഉണ്ടായതായി അവർക്ക് അറിവില്ല, മാത്രമല്ല ഉണ്ടായിരുന്നെങ്കിൽ PT തോമസ് പറഞ്ഞേനെന്ന്. അതൊക്കെ എന്നോട് ഉമാ തോമസ് ഒരു സംഭവം സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു സംഭവം സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് ഇത് PT പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് നാണക്കേടെന്നോട് PT പറഞ്ഞില്ല. പക്ഷേ PT തോമസ് ഇടപെട്ടാണ് എനിക്ക് രാജി കിട്ടിയത്. PJ കുര്യന്റെ ഇടപെടൽ ഇയാൾ പിന്നെ എന്നെ കറക്റ്റ് ചെയ്തത്. പിന്നെ അദ്ദേഹം എന്നൊരു കാര്യം പറഞ്ഞില്ല ആന്റണി, അദ്ദേഹത്തിന്റെ എന്റെ ശല്യം കാരണം ഫോൺ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണ്. ഞാൻ അങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തി എന്റെ പൈസ കിട്ടാൻ. എന്താ തെറ്റ്? ഞാൻ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. 9868 എന്ന് പറഞ്ഞ നമ്പറിൽ. ഞാനിപ്പോൾ അതിന്റെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയാണ്. കോൾ ഡീറ്റെയിൽസ് അല്ല, എൻ്റെ കയ്യിൽ ഉണ്ടതല്ല, ഞാനൊന്ന് റിട്രീവ് ചെയ്താൽ മതി. അതല്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെയല്ലേ അല്ലേ? ഞാൻ നിയമം വെച്ചാൽ വിഗ്രഹമോഷണം എന്നൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാണ്ട് പോയിട്ട് അല്ലാണ്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ഒരൊറ്റ കേസില്ല എൻ്റെ പേരിൽ. ഇപ്പം ഞാൻ പ്രതിയായ ഒരു കേസില്ല. എനിക്കെതിരെ 2 CBI അന്വേഷണം ഉണ്ടായി. കേരള വിജിലൻസ് ഉണ്ടായിരുന്നു. ഇൻകം ടാക്സ് അന്വേഷിച്ച്, ഇൻകം ടാക്സ് എന്നെ കൊണ്ട് ടാക്സ് അടപ്പിച്ച്. CBI അന്വേഷണം ഒരെണ്ണം PE ക്ലോസ് ചെയ്തു. അത് ഹൈക്കോടതിയിൽ ചോമോൻ പുത്തമ്പരക്കൽ ചലഞ്ച് ചെയ്തു. അത് ഡിസ്മിസ്സായി പോയി കഴിഞ്ഞ ജനുവരിയിൽ. ഒരു കേസ് പെൻഡിംഗ് ഉണ്ട് തിരുവനന്തപുരം CBI കോടതിയിൽ. അതെന്നെ എക്സോണറേറ്റ് ചെയ്താണ്. എന്റെ പേരിൽ ഒരു കേസും ഇപ്പം ഇല്ല. ഓക്കെ, വളരെ നന്ദി സഹകരിച്ചതിന്.